എന്തായാലും കേരളത്തെ സംബന്ധിച്ചോളം ഇപ്പം നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകളൊക്കെ തന്നെ വരും. കേരളത്തോടൊരു പ്രത്യേക സ്നേഹം പറയുന്നു. എന്തായാലും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ബൂത്ത് തലത്തിലുള്ള നേതാക്കന്മാരോട് അദ്ദേഹം ഫോണിൽ സംസാരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ അപ്രതീക്ഷിതമായ ഒരു വിളി വന്നിരുന്നു. അതിൽ പറഞ്ഞത് കേരളത്തിലെ സാഹചര്യത്തെ എത്രത്തോളം ഗൗരവമായി കാണുന്നു, അതിലേറ്റവും പ്രധാനപ്പെട്ട കരുവന്നൂർ ബാങ്ക് വിഷയമൊക്കെ അടക്കം എല്ലാ വിഷയങ്ങളും അറിയാവുന്നതാണ്. ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകനെ തൊട്ട് ഈ സ്ഥാനാർത്ഥിയെ വിളിക്കുമ്പോൾ വരെയുള്ള കാര്യങ്ങൾ അവരോടൊക്കെ എന്താ ചോദിക്കേണ്ടത്, എന്താ പറയേണ്ടത്, ആ ഒരു മലയാളത്തിലൊക്കെയാണ് സംസാരിച്ചത്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വളരെ രസകരമായിട്ട് തോന്നുന്നു. പ്രസംഗത്തിലായാലും ഒരു ശൈലിയിലുള്ള ഒരു മലയാളത്തിൽ. എന്തായാലും അരുൺ ആലത്തൂർ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട് ഇത് സംബന്ധിച്ച്, അതിലേക്ക് പോവാം. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്ന ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി NDAയിലും അതുപോലെ തന്നെ BJPയിലെയും അടിത്തട്ടിലുള്ള പ്രവർത്തകരെ വരെ നേരിട്ട് ഫോണിൽ വിളിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ എത്തരത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന് ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഏതായാലും വിവിധ ബൂത്തുകളിൽ അത്തരത്തിൽ അതിനുവേണ്ടി അദ്ദേഹം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. പാലക്കാട് നഗരത്തിൽ ഇത്തരത്തിൽ ഒരു ബൂത്തിൽ വിളിച്ചു. ആ ബൂത്തിൽ ഉള്ള ഒരു വ്യക്തിയാണ് നമ്മളൊപ്പം ചേരുന്നത്. ബൂത്തിന് എന്തായിരുന്നു ഇൻചാർജ്, എന്താണ് നിങ്ങൾ എപ്പോഴാണ് വിളിച്ചത്? എന്നെ വിളിച്ചതെന്ന് വൈകുന്നേരം 6 മണിക്കാണ് അദ്ദേഹം വിളിച്ചിരിക്കുന്നത്. 6:30 മണിയോടുകൂടിയാണ് അദ്ദേഹം വിളിച്ചത്. ഞാൻ 3-ാം ബൂത്തിലെ പ്രസിഡന്റാണ്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ 3-ാം ബൂത്തിലെ പ്രസിഡന്റാണ്. എത്രത്തോളം ഒരു സന്തോഷമുണ്ട്. ബാലഗോപാൽ എന്നാണ് പേരല്ലേ? ബാലഗോപാൽ എന്നാണ് പേര്. അത് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു നിമിഷമായിട്ട് തോന്നി. കാരണം സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നടന്നിട്ടുള്ളത്. നമ്മുടെ ലോകാരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി അദ്ദേഹം എന്നെ വിളിച്ച് സംസാരിക്കുക, അതും നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ളത് തീർച്ചയായും എന്നെ സംബന്ധിച്ച് അങ്ങേയറ്റം അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്നോട് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇന്ത്യ മുന്നണി ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്നു, അഴിമതിക്ക് അനുകൂലമായിട്ടുള്ള അവരുടെ പ്രവർത്തനം, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ, ജനങ്ങളുടെ പ്രതികരണം എന്താണ് എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. പ്രധാനമന്ത്രിയോട് എന്താണ് ചോദ്യം ചോദിച്ചത്? പ്രധാനമന്ത്രി എന്നോട് ഈ കാര്യക്രമങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്തുകൊണ്ടാണ് ഇവിടെ ഈ അഴിമതി വിരുദ്ധമായിട്ടുള്ള ഒരു ഭരണത്തിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ള തരത്തിലാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഞാൻ കൊടുത്തത്. കാരണം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ജനങ്ങളേവരും മോദിജിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്നുണ്ട്, അഴിമതിരഹിതമായൊരു ഭരണം. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം യാതൊരു അഴിമതി ആരോപണവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കഴമ്പുള്ള യാതൊരു അഴിമതി ആരോപണവും ഉണ്ടായിട്ടില്ല. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അനുകൂലമായ പ്രതികരണം അവരിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ഈ വിഷയമാണ് ഞാൻ അദ്ദേഹത്തിന് മുന്നിൽ വെച്ചത്. കരുവന്നൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ സംസാരിച്ചു. കരുവന്നൂർ വിഷയം അദ്ദേഹം ഇങ്ങോട്ടായിട്ട് പറഞ്ഞതാണ്. കാരണം അഴിമതിയെക്കുറിച്ച് പറയുമ്പോൾ ഇരു മുന്നണികളും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അത് അദ്ദേഹം കൂടുതൽ ഊന്നിക്കൊണ്ട് ഈ അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് ഊന്നി പറയുന്ന സാഹചര്യത്തിലാണ് കരുവന്നൂർ ബാങ്കിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഒരു കോള് കൂടുതൽ ഊർജ്ജം പകരുമോ നിങ്ങൾക്കൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലൊക്കെ? തീർച്ചയായും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പ്രവർത്തകർ, 3-ാം ബൂത്തിലെ പ്രവർത്തകരും വളരെ ആവേശത്തിലാണ്. നമ്മൾ ഇവിടെ നല്ല രീതിയിൽ, ഞങ്ങൾ ഈ ബൂത്തിൽ അല്ലെങ്കിൽ തന്നെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നൊരു ബൂത്താണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ പ്രവർത്തനം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയി ഇവിടെ ഒരു 80% മുകളിൽ വോട്ട് നമ്മുടെ സ്ഥാനാർത്ഥി, നമ്മുടെ പ്രിയങ്കരനായ, ഞങ്ങൾക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ആളാണ് നമ്മുടെ കൃഷ്ണകുമാർജി. അപ്പോൾ കൃഷ്ണകുമാർജിക്ക് നേടിക്കൊടുക്കും എന്നുള്ള പ്രതിജ്ഞയോടുകൂടി തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അത് ഞങ്ങൾ സാധ്യമാക്കുകയും ചെയ്യും. തന്നെയാണ്. ഏതായാലും BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, NDA പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ പ്രധാന സേവകൻ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമ്പോൾ ബൂത്ത് തലത്തിലുള്ള നേതാക്കളെയും പ്രവർത്തകരെയും ഫോണിൽ ബന്ധപ്പെടുന്നു എന്നുള്ളത് വലിയ ഊർജ്ജം തന്നെയാണ് അവർക്ക് ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു ഫോൺ കോളിലൂടെ എന്നുള്ളതാണ്. ഏതായാലും കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ബൂത്തുകളിലെ ആളുകളുമായാണ് അദ്ദേഹം സംസാരിച്ചത്. അതിലൊരു വ്യക്തിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം പ്രതികരിച്ചത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.